Hi guys, welcome back to my channel Roopesh Tech Zone. മച്ചമാരെ ഇന്ത്യൻ കമ്പനിയായ പഗേറിയയുടെ ഒരു കിടിലൻ റേഡിയോ ആണ് നമ്മൾ ഇന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് ആമസോണിൽ നിന്നും ഫ്ലിപ്കാർട്ടിൽ നിന്നും പർച്ചേസ് ചെയ്യാനുള്ള ലിങ്ക് വീഡിയോക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അപ്പോൾ നിങ്ങൾ ഏത് വെബ്സൈറ്റ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ ആ ഒരു വെബ്സൈറ്റ് ഉപയോഗിച്ച് പർച്ചേസ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അതിനു മുമ്പ് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന് സെലക്ട് ചെയ്തിരിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ മച്ചന്മാരെ, ഇതാണ് നമ്മുടെ റേഡിയോ. നമുക്ക് അൺബോക്സ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ഈ പാക്കിംഗ് ഒക്കെ ഒന്ന് നോക്കാം. നല്ല സുരക്ഷിതമായ പാക്കിങ്ങിൽ തന്നെയാണ് നമ്മുടെ ഈ ഒരു റേഡിയോ വന്നിരിക്കുന്നത്. പ്രൊഡക്റ്റിൻ്റെ മുഴുവൻ ഡീറ്റെയിൽസും വിലയും ഒക്കെ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും. നമുക്കിനി ഈ ബോക്സ് ഒന്ന് തുറന്ന് നോക്കാം. ഗൈസ്, ആമസോണിൽ നിന്നും ഫ്ലിപ്കാർട്ടിൽ നിന്നും ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനുള്ള ലിങ്ക് വീഡിയോക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വെച്ചിട്ടുണ്ട്. നമുക്കിനി ഈ ഒരു മുകളിൽ കാണുന്ന ഈ ഒരു കവറിങ്ങും കൂടി നമുക്കൊന്ന് റിമൂവ് ചെയ്യണം. ഗൈസ്, അതിനുള്ളിലും ഒരു പാക്കിംഗ് കൂടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല സുരക്ഷിതമായ രീതിയിൽ തന്നെയാണ് ഈ ഒരു റേഡിയോ നമുക്ക് കിട്ടിയിരിക്കുന്നത്. നമുക്കിനി റേഡിയോ പുറത്തെടുക്കാം. ഗൈസ്, പാക്കിങ്ങിൽ വേറെയും കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ഈ റേഡിയോ ഒന്ന് നോക്കിയതിന് ശേഷം പാക്കിലുള്ള മറ്റു സാധനങ്ങളൊക്കെ ഒന്ന് നോക്കാം. ഗൈസ്, കോപ്പിറൈറ്റ് പ്രോബ്ലം വരുന്നത് കൊണ്ടാണ് ഞാൻ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒഴിവാക്കിയത്. അപ്പോൾ നിങ്ങളാരും ഒന്നും കരുതരുത്. നമുക്കിനി ഈ ഒരു പാക്കിങ്ങിൽ നിന്ന് നമ്മുടെ റേഡിയോ ഒന്ന് പുറത്തെടുക്കും. ഗൈസ്, നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇവിടെ ഒരു ഉള്ളിലൊരു പേപ്പർ നമുക്ക് കൊടുത്തിട്ടുണ്ട്. വാറണ്ടി കാർഡ്, യൂസർ മാനുവലൊക്കെ ആയിരിക്കും ചിലപ്പോൾ. നമുക്ക് റേഡിയോ ഒന്ന് പുറത്തെടുക്കാം. ഗൈസ്, നമുക്ക് റേഡിയോയുടെ കൂടെ റേഡിയോ സുരക്ഷിതമായി കൊണ്ട് നടക്കാനുള്ളൊരു ബാഗ് കൂടെ നമുക്ക് കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് പാക്കിങ്ങിലുള്ള മറ്റ് സാധനങ്ങൾ എന്തൊക്കെയാണ് നോക്കാം. ഒരു ചാർജർ, അതുപോലെ ബാറ്ററി. ഇത് റിമോട്ടിൽ ഇൻസേർട്ട് ചെയ്യാനുള്ള ബാറ്ററിയാണ്. റേഡിയോയിൽ ഉള്ള മ്യൂസിക് പ്ലെയറിലെ റിമോട്ടിൽ ഇൻസേർട്ട് ചെയ്യാനായിട്ടാണ് നമുക്ക് ആ ബാറ്ററി തന്നിരിക്കുന്നത്. ഇതാണ് ഗൈസ് നമ്മുടെ റിമോട്ട്. അതുപോലെ നമ്മുടെ മൊബൈൽ ചാർജർ പോലെ ഒരു ചാർജർ കൂടെ നമുക്ക് കിട്ടുന്നുണ്ട്. നമുക്കൊന്ന് നോക്കാം. ഗൈസ്, നമ്മുടെ മൊബൈൽ ചാർജർ അതുപോലെ തന്നെയാണ് തോന്നുന്നു. അതേപോലെ തന്നെയാണ് ഇൻഡിക്കേറ്റർ LED ഒന്നും കൊടുത്തിട്ടില്ല ഇവിടെ ആയിട്ട്. അതെ ഗൈസ്, നമ്മുടെ മൊബൈൽ ഫോണിൽ ഉപയോഗിക്കുന്ന ചാർജർ തന്നെയാണ് ഇത്. അപ്പോൾ നമുക്ക് ഈ ഒരു റേഡിയോ ചാർജ് ചെയ്യാനായിട്ട് നമ്മുടെ മൊബൈൽ ഫോൺ ചാർജറും നമുക്ക് യൂസ് ചെയ്യാം. നമുക്കിനി റേഡിയോയുടെ ഈ ഒരു ബാഗ് റിമൂവ് ചെയ്യാം. എന്നാൽ മാത്രമേ നമുക്ക് റേഡിയോ ശരിക്കും കാണാനായിട്ട് പറ്റുകയുള്ളൂ. അപ്പോൾ ഞാൻ ഈ ഒരു സംഭവം റിമൂവ് ചെയ്യുകയാണ്. ഗൈസ്, അപ്പോൾ നമ്മുടെ റേഡിയോ നമ്മൾ പുറത്തെടുത്തിട്ടുണ്ട്. നിങ്ങൾ കാണാൻ സാധിക്കും നല്ല മോഡലിൽ തന്നെയാണ് ഈ ഒരു പ്രൊഡക്റ്റ് വരുന്നത്. പിന്നെ നിങ്ങൾ കാണാൻ സാധിക്കും മ്യൂസിക് പ്ലെയറിൻ്റെ സ്ക്രീനും കാര്യങ്ങളൊക്കെ ഈ ഒരു സൈഡിലായിട്ട് കൊടുത്തിട്ടുണ്ട്. നല്ലൊരു ഭംഗിയുണ്ട് ഗൈസ് റേഡിയോ കാണുമ്പോൾ തന്നെ. ട്യൂണിങ്, അതുപോലെ സ്പീക്കറൊക്കെ ഗൈസ് നല്ല അടിപൊളി സ്പീക്കറാണ് ഗൈസ്. നമുക്ക് ബാക്ക് ഭാഗമൊക്കെ ഒന്ന് നോക്കാം. ഗൈസ്, നിങ്ങൾ കാണാൻ സാധിക്കും 5 ബാൻഡാണ് ഈ ഒരു റേഡിയോയിൽ നമുക്ക് വരുന്നത്. അതുപോലെ ഇവിടെയായിട്ടാണ് നമ്മുടെ ചാർജ് കണക്ട് ചെയ്യേണ്ടത്. ഒരു LED അവിടെ ലഭ്യമാണ്. ഇവിടെയാണ് നമ്മൾ ബാറ്ററി ഇൻസേർട്ട് ചെയ്യേണ്ടത്. നമ്മൾ സാധാ റേഡിയോയിൽ ഉപയോഗിക്കുന്ന 3 ബാറ്ററികൾ നമുക്ക് ഇതിൽ ഇൻസേർട്ട് ചെയ്യാം. നമുക്കിനി വാറണ്ടി കാർഡാണ് തോന്നുന്നത്. നേരത്തെ കണ്ട ഈ ഒരു ബാഗിനുള്ളിലെ സംഭവം എന്താണെന്ന് നോക്കാം. ഗൈസ്, നമുക്ക് വാറണ്ടി കാർഡും അതുപോലെ യൂസർ മാനുവലുമാണ് ഈ ഒരു പാക്കിങ്ങിൽ വന്നിട്ടുള്ളത്. ഈ ഒരു പഗേരിയ എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ ഫുൾ ഡീറ്റെയിൽസ്, അതുപോലെ വാട്സപ്പ് നമ്പർ വരെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഒരു വിധത്തിലും പേടിക്കേണ്ട ആവശ്യമില്ല. എന്ത് സംശയം നിങ്ങൾക്കുണ്ടെങ്കിലും വീഡിയോക്ക് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ കസ്റ്റമർ കെയർ നമ്പറുമായിട്ട് നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം. കസ്റ്റമർ കെയർ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ വീഡിയോക്ക് താഴെ കൊടുത്തിട്ടുണ്ട്. നല്ല സുരക്ഷിതമായ ബാഗാണ് വന്നിരിക്കുന്നത്. ഒരിക്കലും ചാടി വീണ് പൊട്ടിപ്പോകാനുള്ള സാധ്യതയൊന്നുമില്ല. അതുകൊണ്ട് തന്നെയാണ് ഇവർ കസ്റ്റമർ കെയർ ഫുൾ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. എന്ത് സംശയമുണ്ടെങ്കിലും നിങ്ങൾക്ക് കസ്റ്റമർ കെയറിനെ വിളിച്ച് ചോദിക്കാം. ഈ ഒരു മ്യൂസിക് പ്ലെയർ കൊടുത്തിരിക്കുന്നത് തന്നെ നല്ലൊരു അടിപൊളി സ്റ്റൈലിലാണ്. USB, TF, അതായത് മെമ്മറി കാർഡ്, ഓക്സ്, ബ്ലൂടൂത്ത് ഒക്കെ നമുക്കിവിടെ ലഭ്യമാണ്. ഗൈസ്, എനിക്ക് ഈ ഒരു പ്രൊഡക്റ്റിൽ അല്പം മോശമായിട്ട് തോന്നിയത് ഈ ഒരു ആൻറ്റിനയുടെ ലെങ്ത്താണ്. ഇത് വളരെ കൂടുതലൊന്നുമില്ല, കുറച്ചൊരു റേഡിയോയ്ക്ക് വേണ്ട അത്ര തന്നെ ഉള്ളൂ. പിന്നീട് ഗൈസ്, ഈ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഇതൊരു റീചാർജബിൾ റേഡിയോ ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ബാറ്ററി ഒന്നും ഇൻസേർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. 4 ഹവറാണ് മിനിമം ഇത് റീചാർജ് ചെയ്യാൻ പറയുന്ന ടൈം. അതിൽ കൂടുതൽ ഇത് റീചാർജ് ചെയ്യരുത് എന്ന് ഇവർ പറയുന്നുണ്ട്. 5 ബാൻഡാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഞാനിപ്പോൾ FM ചൂസ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് റേഡിയോ ഒന്ന് ഓൺ ചെയ്ത് നോക്കാം.
1975 പാസം കണ്ടെത്തുന്നത്. 1947 ആദ്യത്തെ മൈക്രോവേവ് ഓവൻ വിപണിയിലെത്തി. ചോദ്യവും ഉത്തരവും ആവർത്തിക്കാം. ഗായ്സ്, കിടിലം റേഡിയോ ആണ്. ഞാൻ യൂസ് ചെയ്തിട്ടാണ് പറയുന്നത്. ഇതൊരു ഹൈഫൈ സ്പീക്കറാണ്. നല്ല സൗണ്ടുള്ളൊരു സ്പീക്കർ നമുക്ക് ഈ ഒരു റേഡിയോയിൽ കിട്ടുന്നുണ്ട്. ഇനി മ്യൂസിക് പ്ലെയർ ഓൺ ചെയ്യാനായിട്ട് നിങ്ങൾ ഈ ഒരു ഓപ്ഷൻ USB എന്ന ഈ ഒരു ഭാഗത്തേക്ക് ഈ സ്വിച്ച് നീക്കി വെക്കണം. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഈ ഒരു മ്യൂസിക് പ്ലെയർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്പേഴ്സ് മിന്നുന്നത് നമ്മൾ ക്യാമറ ഉപയോഗിച്ച് വീഡിയോ എടുക്കുന്നത് കൊണ്ടാണ്, അല്ലാതെ ഒരു പ്രശ്നവും ഇതിനില്ല. അപ്പോൾ ബ്ലൂടൂത്ത് നമുക്ക് ലഭ്യമാണ്. ഇനി നമുക്ക് റിമോട്ടിൽ ആ ബാറ്ററി ഒന്ന് ഇൻസേർട്ട് ചെയ്തതിന് ശേഷം റിമോട്ട് കൺട്രോളൊക്കെ ഒന്ന് നോക്കാം. ഇനി ഗായ്സ്, നിങ്ങൾക്ക് ബ്ലൂടൂത്ത് എങ്ങനെ കണക്ട് ചെയ്യണം, ബാക്കി കാര്യങ്ങളൊക്കെ അറിയണം, എന്തൊക്കെ ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ സംശയം നമ്മൾ തീർച്ചയായിട്ടും തീർത്തു തരുന്നതായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ വീഡിയോ ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ എന്തൊക്കെ സംശയമുള്ളത് നിങ്ങൾ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഇപ്പോൾ ബാറ്ററിയൊക്കെ നമ്മൾ റിമോട്ടിൽ ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്. നമുക്കിനി ഒന്ന് പ്രവർത്തിപ്പിച്ച് നോക്കാം. ഗായ്സ്, മ്യൂസിക് പ്ലെയർ സോങ് വെച്ച് പ്രവർത്തിപ്പിച്ച് തരാത്തത് നമ്മുടെ വീഡിയോ ലെങ്ത്ത് കൂടിപ്പോകും എന്നതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ നമ്മൾ ഇനിയും വീഡിയോ ചെയ്യുന്നതായിരിക്കും ഈ ഒരു റേഡിയോയെക്കുറിച്ച്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള കിടിലം വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സംശയങ്ങൾ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇനി അടുത്തൊരു കിടിലം വീഡിയോയുമായിട്ട് കാണാൻ ഞാൻ രൂപേഷ് സൈനിങ് ഔട്ട്.